ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. സോ ടുഡേ നമുക്ക് നോക്കാനുള്ള 2-3 ടോപ്പിക് എന്ന് പറയുന്നത്, ഒന്ന് അബ്രഹാം മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഡ്വർടൈസിങ്. ദെൻ ഒരു ചെറിയ ടോപ്പിക് അഡ്വർട്ടോറിയൽ, പിന്നെ പ്രോഡക്റ്റ് പ്ലേസ്മെന്റ്, പിന്നെ ഫ്യൂ ടോപ്പ് അഡ്വർടൈസിങ് ഏജൻസീസ് ഇൻ ദ വേൾഡ്. അതാണ് നോക്കാനുള്ളത്. നമ്മുടെ സിലബസിൽ നോക്കുമ്പോൾ അഡ്വർടൈസിങ് ആസ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് കാണുന്നുണ്ട്. അപ്പം അത് അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരാം. ഈ പറഞ്ഞ പോലെ നമ്മൾ മുൻപ് കണ്ട അഡ്വർടൈസിങ് അപ്പീൽസ് വരാം, മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന കാര്യം വരാം, അതേപോലെ മാർക്കറ്റിംഗ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു കാര്യം വരാം. അതുകൊണ്ട് അബ്രഹാം മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി യു മേ ബി വെരി ഫെമിലിയർ വിത്ത്. ചിലപ്പോൾ ഏതെങ്കിലും ക്ലാസ്സിലോ മോട്ടിവേഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ അഡ്വർടൈസിംഗ് ആയിട്ട് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാണ്. അപ്പം നമുക്കതിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. So, Maslow's need hierarchy theory. Is my screen visible for you? Yes. Okay. So, we said in the beginning that advertising is very much connected with psychology. Advertising is very much connected with marketing, and how marketing people use psychology to make the customers to make a purchase decision and an action to purchase. That's what we are trying to explore through today's discussion. So, in the psychology, there is a term called need. Need is a thing that you lack in your physical system. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ക്ലാസ്സിന് ഇരിക്കുന്ന നിങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നിങ്ങൾക്ക് അല്പം ഹംഗ്രി ഫീലിംഗ് ഉണ്ട് എന്നിട്ട് ഇരിക്കുന്ന നിങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഹങ്കർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നീഡാണ്. ഒരു നീഡ് സൈക്കോളജിക്കലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ് എപ്പോഴും അഡ്വർടൈസേഴ്സ് നോക്കുക. നീഡ് നമ്മൾക്കൊരു ഡ്രൈവ് നൽകും. നീഡ് ഡ്രൈവ് ആക്ഷൻ നീഡ് റിഡക്ഷൻ എന്നിട്ടൊരു സൈക്കിൾ ഉണ്ട്. നീഡ് ക്രിയേറ്റ്സ് എ ഡ്രൈവ്. A drive creates a kind of initiative. That initiative leads to action. ആ ആക്ഷൻ എടുത്തു കഴിയുമ്പോഴേ നമുക്ക് നീഡ് റിഡക്ഷൻ ഉണ്ടാവുള്ളൂ, നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ പ്രോഡക്ട്സ് വാങ്ങുമ്പോഴായാലും ഓൾ ഓഫ് എ സഡൻ നമ്മൾ വാങ്ങുകയല്ലല്ലോ ചെയ്യുന്നത്. അഡ്വർടൈസേഴ്സ് നമ്മളിലൊരു നീഡ് സംഹൗ ദേ വിൽ ക്രിയേറ്റ്. That need will create a drive initiate us into some action. ആക്ഷൻ കഴിഞ്ഞ് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുക. സോ ഹ്യൂമനിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള എബ്രഹാം മാസ്ലോ 60s 70s അവതരിപ്പിച്ച ഒരു 5 പോയിന്റ് സ്കെയിലുള്ള ഒരു ഒരു പിരമിഡിക്കൽ സ്ട്രക്ചറിലുള്ള ഒരു നീഡ് ഹൈറാർക്കിയാണ്. അതിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബ്രീതിങ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ് എക്സെട്ര. നമ്മൾ നോക്കുക, ഈ ലെവലിൽ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ്, ഇപ്പം FMCG പ്രോഡക്ട്സ് പലതും, ഇപ്പൊ നമ്മൾ സോപ്പ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ബേസിക് ഫുഡ്, ഓഫ് കോഴ്സ് ബിസ്ക്കറ്റ്സ്, ക്രാക്കേഴ്സ്, ഫാസ്റ്റ് ഫുഡ് പാക്കറ്റ്സ് ഒക്കെ
ഈ പറയുന്ന ബേസിക് സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ ലെവലിൽ നിൽക്കുന്ന നീഡാണ്. അപ്പം ഈ നീഡ് ഹൈറാർക്കി തിയറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലെവലിലെ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാൻ നോക്കും എന്നുള്ളതാണ്. സോ ദിസ് ഇസ് എ ഫസ്റ്റ് ലെവൽ. ഇതൊരു പിരമിഡ് സ്ട്രക്ചറിലായിട്ടാണ് സാധാരണ നിങ്ങൾ കാണുന്ന അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻസ് കാണുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സൗകര്യത്തിന് എങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. ആ പിരമിഡിന്റെ സ്ട്രക്ചർ നമ്മൾ സ്ലൈഡ്സ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഐ വിൽ ബി ഫോർവേഡിങ് ദാറ്റ്. സോ ഫിസിയോളജിക്കൽ നീഡാണ് ഏറ്റവും ബേസിക് നീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. I think you have got some idea about the physiological need. Now, next level എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ആണ്. നമുക്ക് നോക്കുക, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഫുഡ് ഉണ്ട്, എല്ലാം റെഡിയാണ്, നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഒരു ലെവലായി കഴിഞ്ഞാൽ അവിടെ തീരുന്നില്ല, മനുഷ്യന്റെ ആവശ്യങ്ങൾ പിന്നെയും വർദ്ധിച്ചു പോവാണ്. നമുക്ക് ഹെൽത്ത്, എംപ്ലോയ്മെന്റ്, പ്രോപ്പർട്ടി, ഫാമിലി, ഒരു സെക്യൂരിറ്റി ലെവലിലുള്ള ഫാമിലി വേറൊരു ലെവലും കൂടി വരും. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ അങ്ങനെ പറയുന്നത്. ദെൻ മെഡിക്കൽ കെയർ, പോലീസിങ് എന്നൊക്കെ പറയുന്നത് ഈ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൺസേൺ ആണ് നമ്മളെ സംബന്ധിച്ച്, അല്ലേ? ഒരു സ്റ്റേ ഹെൽത്ത് എന്ന് പറയുന്നത് മെഡിക്കൽ കെയർ, ആക്സസ് ടു ഹോസ്പിറ്റൽസ്, അതേപോലെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നത്, എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോപ്പർട്ടി, അല്ലെ? നമുക്ക് ലൈഫ് ഒരുവിധം സേഫ്റ്റി ഫീൽ ചെയ്യണേ കുറച്ച് പ്രോപ്പർട്ടി വേണം. പിന്നെ ഒരു ഫാമിലിയുടെ ഒരു സെക്യൂരിറ്റി വേണം, അല്ലെ? ഫാമിലി പല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യും ആളുകൾ, അതുകൊണ്ടാണ് ഒരു ഫാമിലി സെക്യൂരിറ്റി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ എൻവയൺമെന്റിന് ഒരു ഓർഡറും പ്രെഡിക്റ്റബിലിറ്റിയും ഒരു കൺട്രോളും വേണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സിൽ നമ്മൾ എൻഷുർ ചെയ്യുന്ന കാര്യം. ഈ ലെവലിലും നമുക്കറിയാം ഒരുപാട് പ്രോഡക്ട്സ്, അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. നെക്സ്റ്റ് നീഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ലെവലിൽ മനുഷ്യൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആദ്യത്തെ രണ്ടിനെ നമുക്ക് വേണമെങ്കിൽ ബേസിക് നീഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ലെവലിലുള്ള നീഡ്സ് പിന്നെ ആരംഭിക്കും. അത് കുറച്ചും കൂടി സൈക്കോളജിക്കൽ ലെവലിലുള്ള നീഡ്സ് ആണ്. ഇപ്പൊ ലവ് ആൻഡ് ബിലോങ്ങിങ് എന്ന് പറയുന്ന, ഫ്രണ്ട്ഷിപ്പ്, എഗെയിൻ ഇവിടെയും ഫാമിലി വരുന്നുണ്ട്. ഫാമിലി ഒരു എന്താ പറയാ, ഒരു കുറച്ച് ആളുകൾ പരസ്പരം സ്നേഹിച്ച് കഴിയുന്ന ഒരു ചെറിയ യൂണിറ്റ് ആണ്, ഒരു സോഷ്യൽ യൂണിറ്റ് ആണ് ഫാമിലി എന്ന് പറയുന്നത്. അവിടെ കുറെ പർച്ചേസ് ഡിസിഷൻസ് നടക്കുന്നുണ്ട്, അല്ലെ? പല പ്രോഡക്ട്സും വീട്ടിൽ വാങ്ങുന്നത് ഒരു ഫാമിലി ഡിസിഷൻ ആയിരിക്കാം. ചിലപ്പോൾ അതിലെടുക്കുന്നത് കുട്ടികളായിരിക്കാം ഡിസൈഡ് ചെയ്യുന്നത്, ചിലപ്പോൾ ഹൗസ് വൈഫ്സ് ആയിരിക്കാം ഡിസൈഡ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ്സ് എ ഫാമിലി ഡിസിഷൻ അത്. അപ്പം ലവ് ആൻഡ് ബിലോങ്ങിങ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത്. അതിൽ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, ഇന്റിമസി, സെൻസ് ഓഫ് കണക്ഷൻ വരും. നമുക്ക് ചൈൽഡ്ഹുഡ് മുതലേ വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ലവ് ആൻഡ് ബിലോങ്ങിങ്. മേ ബി അഡലസൻസ്, പോസ്റ്റ് അഡലസൻ പീരീഡിൽ ലവ് ആൻഡ് ബിലോങ്ങിങ് കുറച്ചും കൂടി ഒരു ഭയങ്കര നീഡായിട്ട് നമ്മൾ ഫീൽ ചെയ്യും. ഓക്കെ, നൗ നെക്സ്റ്റ് തിങ് ഈസ് സെൽഫ് എസ്റ്റീം. നാലാമത്തെ ലെവൽ എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം ആണ്. നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ ലെവൽസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമ്മൾ നാലാമത്തെ ലെവലിലെത്തി. ഇപ്പൊ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ വളർച്ച പോലെ നമ്മൾ കണ്ടാലും കുഴപ്പമില്ല. ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ഒരു ലെവൽ കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ലെവലിലേക്ക് പോവാവൂ, അങ്ങനെ ലീനിയർ കണക്ഷൻ ഒന്നുമില്ല. നമ്മൾ ഈ ലെവൽസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. സോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഒരു നാലാമത്തെ ലെവലാണ്, കുറച്ചും കൂടി ടോപ്പ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇവിടെ നമ്മൾ കോൺഫിഡൻസ് ആയി, നമുക്കൊരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് തോന്നും. നമുക്ക് ഓൾറെഡി കാർ ഉണ്ട്, പക്ഷെ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നും. നമുക്ക് ഓൾറെഡി മൊബൈൽ ഉണ്ട്, പക്ഷെ നമുക്കൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നും. ലൈക്ക് വൈസ്. അപ്പം ഇതിന് രണ്ട് ആസ്പെക്ട് ഉണ്ടെന്നാ പറയുന്നത്. ഒന്ന് എസ്റ്റീം ഫോർ വൺ സെൽഫ്, നമുക്ക് തന്നെ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു മതിപ്പ്, നമ്മുടെ ഒരു ഡിഗ്നിറ്റി, നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസ്, നമ്മുടെ ഒരു മാസ്റ്ററി, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യങ്ങൾ, നമ്മുടെ മാസ്റ്ററി, അത് എസ്റ്റീം ഫോർ വൺ സെൽഫ് ആണ്. ഇനി അനദർ തിങ് ഇസ് ദാറ്റ് വി ഡെവലപ്പ് എ ഡിസയർ ഫോർ അതേഴ്സ് ടു റെസ്പെക്ട് us. മറ്റുള്ളവരും കൂടി നമ്മളെ റെസ്പെക്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് സ്റ്റേറ്റസ്, പ്രസ്റ്റീജ് ഇഷ്യൂസ് ഒക്കെ വരുന്നത്. നമ്മൾ ചിലപ്പോൾ വീട് കുറച്ചും കൂടി വലുതാക്കുന്നത്, കുറച്ചും കൂടി മോഡിഫൈ ചെയ്യുന്നത്,
അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതൊക്കെ ഈ സെൽഫ് എസ്റ്റീം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പം ഡെഫിനറ്റ്ലി യു ക്യാൻ റിലേറ്റ് വിത്ത് അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ്. നമുക്ക് ആ ലെവലിൽ വേണ്ട പ്രോഡക്ട്സ് എപ്പോഴും തരും. അല്ല, ഇപ്പൊ ഒരു ടി വി എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഒരു എസ്റ്റീം ഇതായിരിക്കും. നമുക്ക് ഓൾറെഡി ടി വി ഉണ്ട്, പക്ഷെ എക്സ്ചേഞ്ച് ഓഫറിലായിരിക്കും അവരുടെ അടുത്ത് ടി വി നമുക്ക് വാഗ്ദാനം ചെയ്യുക. നമ്മൾ കുറച്ച് മുമ്പ് സോണീന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ്സ് ആദ്യമൊക്കെ ഒരു ലൈഫ് ടൈം ടി വി എന്നുള്ള രീതിയിലായിരുന്നു, 25 ഇയേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ടി വി. പക്ഷെ ഇപ്പൊ നമ്മൾ ആരും അങ്ങനെ ലാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. മേ ബി 5 ഇയേഴ്സ്. അത് കഴിഞ്ഞാൽ ടെക്നോളജി വിൽ ചേഞ്ച്, വി നീഡ് ടു അപ്ഗ്രേഡ് എന്നുള്ളൊരു ഇതാണ്. അപ്പൊ സെൽഫ് എസ്റ്റീം. ഇനി ഈ 4 ലെവൽ വരെയാണ് നമുക്ക് അഡ്വർടൈസേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന് യൂസ്ഫുൾ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 5ാമത്തെ ലെവലും കൂടി നോക്കുകയാണ്. ദാറ്റ്സ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ലെവലാണ്. ഇവിടെ ഈ ലെവലിൽ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അഡ്വർടൈസേഴ്സിന്റെ അഡ്വർടൈസിങ് മെസ്സേജസ് ഒന്നും അത്ര എഫക്റ്റഡ് ആവണമെന്നില്ല. കാരണം ഇതിൽ നമ്മളൊരു മൊറാലിറ്റിയുടെ ഒരു കൺസേൺ ഉണ്ടാവുന്നു, ക്രിയേറ്റിവിറ്റിയുടെ ഒരു കൺസേൺ ഉണ്ടാവുന്നു, നമുക്ക് സ്പോണ്ടൈനിറ്റി, ആക്സെപ്റ്റൻസ്, ജീവിതത്തിന്റെ ഒരു അർത്ഥങ്ങൾ നമ്മൾ തേടാൻ തുടങ്ങുന്നു. അതിനൊരു പേഴ്സണൽ ഗ്രോത്തിന്റെ ഒരു മാക്സിമം ലെവലാണ്, പീക്ക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും. അപ്പൊ ആ ലെവലിൽ ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുട്ടി സൈക്കോളജിക്കലായിട്ട് എങ്ങനെ വളരുന്നു എന്നതിന്റെ ഒരു 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 റെപ്രസെന്റേഷൻ ആണ് ശരിക്കും ഈ നീഡ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഈ പറയുന്ന 5ാമത്തെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടി വിയിൽ കാണുന്ന അഡ്വർടൈസ്മെന്റ് ഒന്നും അല്ലെങ്കിൽ നമ്മളെ ബാധിക്കണമെന്നില്ല. കാരണം നമ്മളല്ലാതെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തും എന്നുള്ളതാണ്. സെൽഫ് ആക്ച്വലൈസ്ഡ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദർ ടെരേസ, മഹാത്മാഗാന്ധി അങ്ങനത്തെ ഇൻഡിവിജ്വൽസ് ആണ്. എനിക്ക് തോന്നുന്നില്ല അവര് അങ്ങനത്തെ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ അധികം ഉണ്ടാവില്ല. ഒരു പക്ഷെ നമുക്കും എത്താൻ പറ്റണമെന്നില്ല. നമ്മളൊരു 4ാമത്തെ ലെവൽ വരെയൊക്കെ സാധാരണ എല്ലാ മനുഷ്യരും എത്തുള്ളൂ. എനിവേ, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത് അഡ്വർടൈസിംഗിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഇപ്പം നിങ്ങൾക്കത് കണക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ ഒരു ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നീഡ്, ഡ്രൈവ്, ഇനീഷ്യേഷൻ, ആക്ഷൻ, നീഡ്, റിഡക്ഷൻ ഒരു സൈക്കിളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ലെവലില് ഫിസിയോളജിക്കൽ ലെവൽ, സേഫ്റ്റി, സെക്യൂരിറ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം കഴിഞ്ഞിട്ട് ഏറ്റവും സെൽഫ് ആക്ച്വലൈസേഷൻ വരെയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ആ ജേണിയിൽ നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിന്റെ വോൺസും നീഡ്സും ഒരിക്കലും അവസാനിക്കുന്നില്ല, അല്ലെ? മനുഷ്യനുള്ളിടത്തോളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് അഡ്വർടൈസേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്സ് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അതിന്റെ പിന്നിൽ ഇത്തരം സൈക്കോളജി ഉണ്ടെന്നൊന്നും ഒരു പക്ഷേ ചിലപ്പം ഓർക്കണമെന്നില്ല. അപ്പോൾ ദാറ്റ് മച്ച് അബൌട്ട് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. I think we can pass on to the next topic, that is advertorial. അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ടോപ്പിക് അഡ്വർട്ടോറിയൽ ആണ്. ഇത് സ്ലൈഡ് PDF ആയതുകൊണ്ട് ചിലപ്പം ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്ലൈഡ് ബൈ സ്ലൈഡ് ആയിട്ട് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അഡ്വർട്ടോറിയൽ ഡെഫിനറ്റ്ലി ഇസ് എ പോർട്ട്മാൻറ്റോ വേർഡ്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ടാവും, പത്രത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി അഡ്വർട്ടോറിയൽ ഉണ്ടാകുന്നുണ്ടാവും. ചിലർ അഡ്വർട്ടോറിയൽ എഴുതുന്നവരുണ്ടാവും. പൊതുവെ അഡ്വർട്ടോറിയൽ നല്ല ഹാബിറ്റ് അല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അഡ്വർടൈസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം when the traditional ads fail to capture audience attention, editorials are employed. അല്ലെ? നമ്മൾ സാധാരണ ഒരു ആഡ് ക്ലട്ടർ വേൾഡിലാണ് ജീവിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സാധാരണ രീതിയിൽ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് ആളുകളെ ആകർഷിക്കാതെ വരുമ്പോൾ നമുക്ക് അഡ്വർട്ടോറിയൽസ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അഡ്വർടൈസിങ് പീപ്പിൾ അഡ്വർട്ടോറിയൽ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ പുറത്തുള്ളവർ പലരും അഡ്വർട്ടോറിയൽ ഒരു നെഗറ്റീവ് കാര്യമാണെന്ന് പറയും. എന്തായാലും ഒരു വേർഡ് ബ്ലെൻഡ് ആണ്, ഒരു പോർട്ട്മാൻറ്റോ വേർഡ് ആണ് അഡ്വർടൈസിങ്ങും എഡിറ്റോറിയലും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള. ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. അഗെയിൻ ഇറ്റ് വിൽ അപ്പിയർ ലൈക്ക് എ ന്യൂസ് ആർട്ടിക്കിൾ ഇൻ പ്രിന്റ്. ഒരു സാധാരണ ന്യൂസ് സ്റ്റോറിയെ പോലെ, പത്രത്തിലൊക്കെ ആണെങ്കിൽ ഒരു സാധാരണ ന്യൂസ് സ്റ്റോറിയെ പോലെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ചിലപ്പോ ഇതിന്റെ ഒരു വിമർശനം എന്ന് പറയുന്നത് മീഡിയ, പത്രത്തിൽ വർക്ക് ചെയ്യുന്നവര്, ജേർണലിസം പഠിച്ചവർക്കൊക്കെ അറിയാം ഇത് പരസ്യം തന്നെയാണ്.
ഇത് വാർത്തയല്ല എന്നറിയാം. പക്ഷെ ഒരു സാധാരണ വായനക്കാരന് അവരെ നമുക്ക് മീഡിയ ഇല്ലിറ്ററേറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. പക്ഷെ നമുക്കൊരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ വിചാരിക്കാം. കാരണം ഇപ്പം കേരളത്തിലൊക്കെ മീഡിയ ലിറ്ററസി ഉള്ള ആളുകൾ തന്നെയായിരിക്കും എല്ലാവരും പറയുന്നുണ്ട് ഏത് പത്രത്തിൽ വന്നതാണ്, ആ പത്രത്തിനാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നവരാണ് കേരളത്തിലുള്ളവര്. പക്ഷെ എന്തായാലും അത്ര ധാരണയില്ലാത്ത ചില സാധാരണ വായനക്കാർ ചിലപ്പോൾ ഇതൊരു മിസ്ജഡ്ജ് ചെയ്തേക്കാം ഇതൊരു വാർത്തയായിട്ട്. അതാണ് അഡ്വർട്ടോറിയലിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിളായിട്ട് ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ എത്തും. ഒരു ഡോക്ടർ റെഡ്ഡീസ് എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ അവർ അലർജിയെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് അലർജിയെ പറ്റിയിട്ടുള്ള ഒരു അലേർട്ട്നെസ് വായനക്കാരിൽ ക്രിയേറ്റ് ചെയ്യാനാണ് ലക്ഷ്യമെങ്കിലും അത് സ്പോൺസേഡ് ബൈ ഡോക്ടർ റെഡ്ഡി ഗ്രൂപ്പ് ആണ്. അപ്പം സോമനി അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഗോപു നന്ദിലത്ത് എന്ന് പറയുന്ന നന്ദിലത്തിന്റെ ഉടമ ഐ റെഡ് സം ഇയേഴ്സ് ബാക്ക് ഏതോ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഫ്രാൻസിലേക്ക് പോയി. അതൊരു വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മനോരമയിൽ നമ്മൾ നോക്കുമ്പോൾ. ബട്ട് ആക്ച്വലി അതൊരു അഡ്വർടൈസ്മെന്റ് ആണ്. സാംസങ് ടി വി ഏറ്റവും കൂടുതൽ വിറ്റതിന് സാംസങ് കൊടുത്തൊരു ഓഫറാണ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രാൻസ് ട്രിപ്പ് എന്ന് പറയുന്നത്. സോ ഇതിപ്പോ വായനക്കാരൻ അറിഞ്ഞിട്ട് എന്താണ് കാര്യം അല്ലെ? അവൻ ചിലപ്പോ ആദ്യം ഇത് വായിക്കുന്ന സമയത്ത് അത് സാംസങ്ങിന്റെ അഡ്വർടൈസ്മെന്റ് ആണെന്നോ ഗോപു നന്ദിലത്തിന്റെ അഡ്വർടൈസ്മെന്റ് ആണെന്നോ ഒന്നും ചിലപ്പോ വിചാരിക്കുന്നുണ്ടാവില്ല. എന്തായാലും അഡ്വർട്ടോറിയലിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അഡ്വർട്ടോറിയൽസ് ഒരുപാട് നമ്മൾ എംപ്ലോയ് ചെയ്യാറുണ്ട്. കാരണം ഒരു മീഡിയ ക്ലട്ടർ, അഡ്വർടൈസിങ് ക്ലട്ടർ ഉള്ള ഒരു ലോകത്ത് ചില ഗോകുലത്തിന്റെ അത് വാർത്ത അത് PR ആയിരിക്കില്ലേ? PR കണ്ടന്റ് ആയിരിക്കില്ലേ? അഡ്വർട്ടോറിയൽ ആയിരിക്കില്ലല്ലോ. നമ്മൾ അഡ്വർട്ടോറിയൽ എന്ന് തന്നെയാണ് അതിനെ പറയുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഗോകുലം അല്ല, ഗോപു നന്ദിലത്തിന്റെ പാരീസ് യാത്രയായിരുന്നു. അത് തന്നെ. ഇപ്പൊ അദ്ദേഹത്തെ ഇപ്പൊ നോക്കുക, നമ്മള് സാധാരണ ഒരു ന്യൂസ് വാല്യൂസിന്റെ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം പാരീസിലേക്ക് പോയി എന്നുള്ളത് ഒരു വാർത്തയേ അല്ലല്ലോ. പക്ഷെ അത് നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ അതിന്റെ താഴെ ചിലപ്പോൾ ഒരു ADVT ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് സാധാരണ വായനക്കാരന് മനസ്സിലാവുന്നില്ല. എനിവേ ഇതൊരു ഫ്രീ പബ്ലിസിറ്റി പോലെ, അല്ലെങ്കിൽ ന്യൂസും അഡ്വർടൈസ്മെന്റും തമ്മിൽ വേർതിരിച്ച് കൃത്യമായിട്ട് അറിയണമെന്നാണ് ചില ആളുകൾ പറയാ. പക്ഷെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല. അപ്പം അഡ്വർടൈസിങ് പീപ്പിൾ ഒരിക്കലും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ഇത് നിവൃത്തിയില്ല, നമ്മൾ ഇത്തരത്തിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ പുറത്തുള്ളവർ ചിലപ്പം ഒരു പ്യൂരിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ പറയാം അഡ്വർട്ടോറിയൽ നല്ല പ്രാക്ടീസ് അല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ, ക്ലിയർ. Okay, thank you. So that much about editorial. I think we can pass on to next topic, that is product placement. Product placementum ഈ അഡ്വർട്ടോറിയൽ പോലെ ഒരു ലിറ്റിൽ ബിറ്റ് കോൺട്രവേഴ്സ്യൽ ടോപ്പിക് ആണ്. അഗെയിൻ പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ഇപ്പം ഒരു സിനിമ കാണുന്ന സമയത്ത് ആ സിനിമയിലെ നായകൻ ഒരു പെർട്ടിക്കുലർ സീനിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോകുന്നു. ഞാൻ സിനിമ ഓർക്കുന്നില്ല, ഏതൊരു സിനിമയിൽ മമ്മൂട്ടി അങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി കല്യാൺ ഫാബ്രിക്സിലേക്ക് പോകുന്നു. അപ്പൊ കല്യാൺ ടെക്സ്റ്റൈൽസിന്റെ ആ സമയത്ത് ബ്രാൻഡ് അംബാസിഡറും കൂടിയാണ് മമ്മൂട്ടി. അതൊരു നല്ല പ്രാക്ടീസ് അല്ല എന്നാണ് പൊതുവെ പറയുക. അത് പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ പ്രോഡക്റ്റ് പ്ലേസ്മെന്റുകൾ കാണും. നമ്മളൊരു ഇഷ്ടപ്പെട്ട TV ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു പെർട്ടിക്കുലർ സീനിൽ ഏതെങ്കിലും ഒരു കാർ ബ്രാൻഡ് വിസിബിൾ ആയിട്ട് കാണിക്കുക, അതല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റോറിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ കാണിക്കാം. ചിലപ്പം ചില ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ബ്ലർ ചെയ്യാറുണ്ട്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റ് കാണേണ്ട ഒരു അവസ്ഥ വരും. അഡ്വർടൈസ്മെന്റ് ഒരിക്കലും ഫ്രീ ആവാൻ പാടില്ല എന്നാണ് അഡ്വർടൈസിങ് എത്തിക്സ് പീപ്പിൾ പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് ഈസ് എ ഫോം ഓഫ് അഡ്വർടൈസിങ് ഇൻ വിച്ച് ബ്രാൻഡഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഫീച്ചേർഡ് ഇൻ എ പ്രൊഡക്ഷൻ ദാറ്റ് ടാർഗറ്റ്സ് എ ലാർജ് കൺസ്യൂമേഴ്സ്. ഇപ്പം ഒരുപാട് ആളുകൾ വാച്ച് ചെയ്യുന്ന മൂവീസ്, TV ഷോസ്, ഓൺലൈൻ കണ്ടന്റ്സ്, ലൈവ് പെർഫോമൻസ്, ഇതിലൊക്കെ പ്രോഡക്റ്റ് പ്ലേസ്മെന്റിന് സാധ്യതയുണ്ട്.
അപ്പോൾ പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് ഇപ്പം പലരും പറയുന്നത് അത് ഫ്രീ അല്ല എന്നാണ്. അത് ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അഡ്വർടൈസേഴ്സും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്ന് പറയുന്നവരുണ്ട്. എനിവേ നമ്മൾ നേരത്തെ അഡ്വർട്ടോറിയൽ പോലെ തന്നെ ചെറുതായിട്ട് കോൺട്രവേഴ്സി ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ പ്രോഡക്റ്റ് പ്ലേസ്മെന്റും. ഇപ്പം സിമിലാരിറ്റി ഉണ്ടോ? ഹലോ, കവേർട്ട് ആഡ് ആയിട്ട് സിമിലാരിറ്റി ഉണ്ടോ? കൊവേർട്ട് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നമ്മള് കൊഹോട്ടിന് സ്പെല്ലിംഗ് പറയൂ. കൊഹോട്ട് കൊവേർട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി വിസിബിൾ എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. COHORT എന്ന് പറഞ്ഞ കൊഹോട്ട് എന്ന് പറഞ്ഞ വേറെ ഒരു കാറ്റഗറി ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് സൈക്കോളജിക്കലായിട്ട് ആളുകൾ അറിയാതെ പ്ലേസ് ചെയ്യുന്ന പരിപാടിക്ക് അങ്ങനെ പറയാറുണ്ട്. എന്തായാലും ഇത് ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയും സംഭവിക്കാം കേട്ടോ. ഇപ്പൊ ഒരു സീനിൽ ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നു വരാം. നമ്മൾ കാണുന്ന ഒരു കണ്ടന്റിൽ ചിലപ്പോൾ അറിയാതെ വന്നേക്കാം ഒരു അഡ്വർടൈസ്മെന്റിന്റെ നമുക്ക് ക്ലിയർ ആയിട്ട് ആ പ്രോഡക്റ്റ് വിസിബിൾ ആവുന്ന രീതിയിൽ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ അത് ബ്ലർ ചെയ്യണമെന്നാണ് പറയുന്നൊരു മീഡിയ എത്തിക്സ് പീപ്പിൾ പറയുന്ന ഒരു കാര്യം. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രോഗ്രാമിന്റെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ബ്ലർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പം അതാണ് ഒരു എത്തിക്കൽ സ്റ്റാൻഡ് പോയിന്റ് എന്നാണ് കുറച്ച് പേര് പറയുന്നത്. സോ പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് ജനറലി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ടും ഈ പറഞ്ഞ ഒരു പേയ്മെന്റ് മോഡിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, നമുക്കറിയില്ല. കാരണം ഒരു ലൈവ് പെർഫോമൻസ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന സമയത്ത് ആ പെർഫോമൻസ് നടത്തുന്ന ആള് കഴിക്കുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിൾ ആവുകയാണെങ്കിൽ മേ ബി ഇറ്റ് വിൽ ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് പ്രൊമോഷൻ. ആ പ്രോഡക്റ്റ് പ്രൊമോഷൻ തന്നെയായിരിക്കും ഉദ്ദേശിക്കുക. അപ്പൊ അത് അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ അഡ്വർടൈസിങ് എത്തിക്സിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോഡ് ഓഫ് എത്തിക്സിൽ പറയുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും ആസ് സച്ച് വർക്ക് ചെയ്യണമെന്ന് ഇല്ല. നമ്മൾ ഡയറക്റ്റ് പ്രോഡക്റ്റ് കമ്പാരിസൺ ഒന്നും പാടില്ല എന്നാണ് അഡ്വർടൈസിങ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോഡിലൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് കമ്പാരിസൺസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും ആ പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത്. സോ ഇതൊരു എത്തിക്കൽ കൺസേൺ ഉള്ള ഒരു ടോപ്പിക്കാണ്. എനിവേ ഇതിൽ ഫൈനൽ സേ നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ് പ്രോഡക്റ്റ് പ്ലേസ്മെന്റ്. കുറച്ച് എത്തിക്സ് പീപ്പിൾ പറയുന്നത് അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് ആണ് എന്നാണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. So that much about okay. So that much about product placement. I think we can pass on to some top advertising agencies in the world, because it's given out there in your syllabus. എനിക്ക് തോന്നുന്നത് നിങ്ങൾ സൈറ്റിലായാലും സെർച്ച് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുക്കുക. ഇപ്പം പല സർവീസിലും ടോപ്പ് അഡ്വർടൈസിങ് ഏജൻസീസ് 2017 വന്നത്, 20 വന്നത്, 25 തന്നെ കഴിയുന്നതും നിങ്ങൾ എടുക്കുക. ഈ AI മോഡിലൊക്കെ വരുന്നത് കുറച്ചും കൂടി റിലയബിൾ ആയിരിക്കും. കാരണം പല അഡ്വർടൈസിങ് കമ്പനീസും മെർജറൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ അഡ്വർടൈസിങ് ഏജൻസി നോക്കിയപ്പോൾ അറിയാം ഇന്ത്യൻ കമ്പനിയും ഫോറിൻ കമ്പനിയും തമ്മിൽ മെർജേഴ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു മെർജേഴ്സ് ഈ കമ്പനികളിൽ ഇന്റർനാഷണൽ അഡ്വർടൈസിങ് ഏജൻസിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് സർവേസ് നോക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം അതിൽ കാണുന്ന ഒരു 5 കമ്പനിയാണ് നമ്മൾ ഇന്ന് വെറുതെ പേര് മാത്രം ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരിക നമുക്കറിയില്ല. ഒരു പക്ഷെ അഡ്വർടൈസിങ് ഏജൻസിയുടെ സ്ട്രക്ചർ ഫംഗ്ഷൻസ് ഒക്കെ ആയിരിക്കാം ചോദിക്കുക. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ കൂടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവിടെ തന്നിട്ടുള്ള സ്പേസ് നിറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും നമുക്ക് കുറച്ച് ഇന്റർനാഷണൽ അഡ്വർടൈസിങ് ഏജൻസിയുടെ പേരൊക്കെ എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ VPP ആണ്. VPP ശരിക്കും വയർ ആൻഡ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അവര് പിന്നീട് വാൾട്ടർ തോംസൺ, യങ് ആൻഡ് റൂബിക്കം എന്നൊക്കെ പറഞ്ഞ അഡ്വർടൈസിങ് ഏജൻസി അക്വയർ ചെയ്തിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ അഡ്വർടൈസിങ് ഏജൻസിയാണ്. അതിൽ 1,30,000 ആളുകൾ വർക്ക് ചെയ്യുന്നു. 100 രാജ്യങ്ങളിൽ അവർക്ക് ബ്യൂറോസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് കമ്പനി. അപ്പൊ അതിന്റെ ക്ലയൻസ് എന്ന് പറയുന്നത് നമുക്ക് അഡ്വർടൈസിങ് ഏജൻസിയും ആ ഏജൻസി ഏതൊക്കെ അഡ്വർടൈസിങ് ആണ്
ക്ലയൻസ് ആണ് അവർക്കുള്ളതെന്ന് നോക്കുമ്പോൾ തന്നെ അഡ്വർടൈസിങ് ഏജൻസിയുടെ ഒരു വലിപ്പം മനസ്സിലാവും. അതായത് ഏറ്റവും ടോപ്പ് ഇന്റർനാഷണൽ മൾട്ടിനാഷണൽ ബ്രാൻഡ് ഈ അഡ്വർടൈസിങ് ഏജൻസിയുടെ സർവീസ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അഡ്വർടൈസിങ് ഏജൻസിയുടെ ഒരു വലിപ്പം മനസ്സിലാവും. അപ്പോൾ WPPന്റെ ക്ലയൻസ് നോക്കുമ്പോൾ ഫോർഡ്, ഗൂഗിൾ, യൂണിലിവർ, കൊക്കക്കോള, ജോൺസൺ ആൻഡ് ജോൺസൺ, ഫോക്സ് വാഗൺ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇറ്റ്സ് എ ഹ്യൂജ് അഡ്വർടൈസിങ് കമ്പനി. നമുക്ക് നോക്കുക 1,30,000 ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പോലെ 10, 15, 16 ലക്ഷം ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂജ് കമ്പനിയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ദ ടോപ്പ് കമ്പനി ആസ് പെർ ദ ലേറ്റസ്റ്റ് സർവീസ്. Then the second one is Publicis Group. Publicis Group, അതിലെ ഗ്രൂപ്പിന്റെ ഒക്കെ സ്പെല്ലിംഗ് വ്യത്യാസം വരുന്നത് അവസാനം ഈ ഒക്കെ കാണുന്നത് അത് ഫ്രഞ്ച് കമ്പനി ആയതുകൊണ്ടാണ്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ഇൻ പാരീസ്. നമ്മൾ ആദ്യം കണ്ട WPP ലണ്ടൻ ബേസ്ഡ് ആണ്, ഇത് പാരീസ് ആണ്. സ്റ്റാർട്ടഡ് ഇൻ 1926. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മേജേഴ്സിലൂടെ ലിയോ ബെർനെറ്റ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിങ് കമ്പനി, അതേപോലെ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ അഡ്വർടൈസിങ് കമ്പനി സാച്ചി ആൻഡ് സാച്ചി ഒക്കെ ഇപ്പൊ പബ്ലിസിസ് ഗ്രൂപ്പ് ആണ്. അവരുടെ മേജർ ക്ലയൻസ് എന്ന് പറയുന്നത് മെക്ഡൊണാൾഡ്, വിസ, പ്രോക്ടർ ആൻഡ് ഗാംബിൾ, ആമസോൺ, സാംസങ് ആണ്. മൂന്നാമത്തെ ടോപ്പ് അഡ്വർടൈസിങ് ഏജൻസി എന്ന് പറയുന്നത് ഒംനികോം എന്ന് പറയുന്ന കമ്പനിയാണ്. സ്റ്റാർട്ടഡ് ഇൻ 1986. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക് ആണ്. അവർക്ക് ആകെ 74,000 എംപ്ലോയീസ് ഉണ്ട് എന്ന് പറയുന്നു. അതേപോലെ ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള BBDO, DDB, TBWA തുടങ്ങിയ അഡ്വർടൈസിങ് കമ്പനീസ് ഒക്കെ ഇപ്പോൾ ഒംനികോമിന്റെ കീഴിലാണ്. അങ്ങനെയാണ് ഇത് ഒരു ഹ്യൂജ് കമ്പനി ആയിട്ട് മാറുന്നത്, ഈ മേജേഴ്സിലൂടെ ഒരു കോൺഗ്ലോമറേറ്റ് ആയിട്ട് മാറുന്നത്. അഗെയിൻ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇവരുടെ മേജർ ഏരിയ എന്ന് പറയുന്നത് അഡ്വർടൈസിങ്, ബ്രാൻഡിങ്, കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെയാണ് ഒംനികോമിന്റെ. അവരുടെ ക്ലയൻസ് ആപ്പിൾ, അഡിഡാസ്, നിസാൻ, ഫൈസർ, പെപ്സി, AT&T, അമേരിക്കൻ ടെലിഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള AT&T ആണ് അവരുടെ വേറൊരു ഒരു ക്ലയൻസ് എന്ന് പറയുന്നത്. Then we have got the IPG, Interpublic Group of Companies. That's the fourth largest advertising agency in the world. Its headquarters is in New York. അതിന്റെ കീഴിലാണ് FCB, മെക്കാൻ എറിക്സൺ, മുള്ളൻ ലോഫ് എന്നൊക്കെ ചെറിയ അഡ്വർടൈസിങ് കമ്പനീസ് ഒക്കെ അതിന്റെ കീഴിലാണ്. ഇതിന്റെ മേജർ ക്ലയൻസ് എന്ന് പറയുന്നത് ജനറൽ മോട്ടോഴ്സ്, ലോറിയൽ, മൈക്രോസോഫ്റ്റ്, ലൂണി ലീവർ ആണ്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ഡെൻസു എന്ന് പറയുന്ന കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയൊരു പേരാണ്. സ്റ്റാർട്ടഡ് ഇൻ ജപ്പാൻ 1906. ഹെഡ് ക്വാർട്ടേഴ്സ് ടോക്കിയോയിലാണ്. അവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത് ജാഗർ ലാൻഡ് റോവർ, നെറ്റ്ഫ്ലിക്സ്, ഡെൽ, വാർണർ ബ്രദേഴ്സ്, HBO, AT&T തുടങ്ങിയ കമ്പനീസ് ആണ്. അപ്പം ദീസ് ആർ ദ 5 largest advertising agencies in the world. To name it once again, WPP, headquarters in London. Then Publicis is Paris based, and Omnicom, its headquarters is in New York. IPG, again headquarters in New York. Then and Dentsu is it's headquartered in Tokyo. അപ്പം ലോകത്തിന്റെ പല രാജ്യങ്ങളിലുണ്ട്. US-ലെ കമ്പനിയുണ്ട്, ബ്രിട്ടനിലെ, പാരീസിലെ, ഫ്രാൻസിലെ, ജപ്പാനിലെ ഒക്കെ കമ്പനികളാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് അഡ്വർടൈസിങ് കമ്പനി. ഈ രാജ്യങ്ങളൊക്കെ തന്നെയാണ് ടോപ്പ് ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം അതാണ് ഇന്നത്തെ ഡിസ്കഷനെ പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഗ്രൂപ്പിൽ ചോദിക്കാം. സർ, ഇതെല്ലാം ഇന്റർനാഷണൽ ആഡ് ഏജൻസീസ് അല്ലേ? All these are in international ad agencies. നമ്മൾ തൊട്ട് മുമ്പ് ഇന്ത്യൻ ആഡ് ഏജൻസീസ് കൂടി പറയുന്നുണ്ട്. നമ്മൾ അതൊരു ദിവസം ചർച്ച ചെയ്തിരുന്നു. ഏർലിയർ ക്ലാസ്സസിലെ സ്ലൈഡ്സിൽ ഉണ്ട്, നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്തിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ദ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പൊ അതിൽ ഇന്ത്യൻ ഏജൻസി ഡേവിഡ് ഒഗിൽവി ഇന്ത്യ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ദെൻ
ലിൻറ്റാസ്, BBDO, അങ്ങനെ ഇന്ത്യൻ കമ്പനീസ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു കേട്ടോ. ആ സ്ലൈഡ്സ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ നോക്കിയാൽ മതി, ഉണ്ടാവും. അതർവൈസ് ഐ ക്യാൻ ഷെയർ ഇറ്റ് വൺസ് മോർ. എന്നാണ് പരീക്ഷ എന്ന് പറയാൻ പറ്റും? 30-ാം തീയതി, ഏപ്രിൽ 30-ാം തീയതി. അതെ സർ, ഏപ്രിൽ 30-ന്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? ആ സിലബസിന്റെ ലാസ്റ്റ് ഇങ്ങനെ ഒരു വാചകം എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓരോ സബ്ജക്റ്റിലെയും ഗ്ലോസറിയും, ഇപ്പോൾ അഡ്വർടൈസിങ്ങിന്റെയും റേഡിയോ, ടെലിവിഷൻ എല്ലാത്തിന്റെയും ഗ്ലോസറിയും, പിന്നെ ഒരു ഓരോ മേജർ ടോപ്പിക്കിൽ ഒരു ചെറിയ പുസ്തകമെങ്കിലും കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം റിസ്ക് എടുക്കണ്ട, കാരണം ഒരു 5 to 7 ഇയേഴ്സിന്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ. അപ്പം നല്ല എഫേർട്ട് എടുത്തോളൂ പരമാവധി. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലേ? തൽക്കാലം നമുക്കിന്ന് നിർത്താമെന്ന് വിചാരിക്കുന്നു. സോ ഗുഡ് ബൈ ഫോർ ദ ഡേ. ഞാൻ ഈ സ്ലൈഡ്സ് ഇപ്പോൾ തന്നെ കോർഡിനേറ്ററിന് ഇട്ടേക്കാം. സോ യു ക്യാൻ ഗോ ത്രൂ ദ സ്ലൈഡ്സ് ആൻഡ് ഓൾ ദ other supporting materials. Thank you for the day. Thank you sir. Okay, thank you. ആരും പോകരുത്. 8:05 നമുക്ക് പാർവതി ടീച്ചറെ ക്ലാസ് ഉണ്ടാക്കാം. ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരത്തെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് 8:05 എല്ലാവരും എത്തണം. ഓക്കെ.